നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജീവിതം കരിപിടിപ്പിക്കാൻ ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെയായിരുന്നു നഴ്സ് ദമ്പതികൾ കുവൈറ്റിൽ ദാരുണമായി മരിക്കുന്നത്. ഏറെ ആശിച്ചു വെച്ച മണ്ഡലത്തെ വീട്ടിൽ അവരിരുവരും അവസാനമായി എത്തി. ഇരുവരെയും ഒരു നോക്ക് കാണാനായി നിരവധി പേരാണ് ആ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. പരസ്പരം നിങ്ങൾ ആക്രമിക്കുമ്പോൾ നാട്ടിലെ ആ രണ്ട് കുരുന്നുകളെക്കുറിച്ചൊന്ന് ഓർക്കാമായിരുന്നില്ലെന്ന് പലരും വിതുമ്പിക്കരഞ്ഞു. ഒരാഴ്ച മുമ്പ് ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോയവർ കഴിഞ്ഞ ദിവസം അവർക്ക് മുമ്പിൽ ജീവനറ്റ് കിടക്കുന്നത് പലർക്കും സഹിക്കാനായില്ല. ഈ മരണവാർത്ത പോലും അറിയാതെ അവരുടെ അമ്മ വീട്ടിൽ നിന്ന് അച്ഛന്റെ വീട്ടിലേക്ക് കളിച്ചിരിയോടെ ഓടിയെത്തിയ മകളുടെ സന്തോഷം ദുഃഖത്തിലേക്ക് വഴിമാറിയത് നിമിഷ നേരം കൊണ്ടാണ്. അച്ഛന് വളരെയധികം സഹായിയായി ബിൻസി മാറിയിരുന്നു. ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ബിൻസിക്കും സൂരജിനും ഇടയിൽ ഉള്ളതായി ആർക്കും തന്നെ അറിവില്ല. പക്ഷേ ഈ മരണത്തോടെ ഇവർക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായി പലരും അടക്കം പറഞ്ഞു. ഈ കൊലപാതകവും ആത്മഹത്യയും നടന്നിരിക്കുന്നത് സാമ്പത്തികമായി ബന്ധപ്പെട്ടല്ല, അവർക്കിടയിൽ മറ്റു ചില കുടുംബ പ്രശ്നങ്ങൾ തന്നെയെന്നാണ് നാട്ടുകാർ പറയുന്നത്. സാമ്പത്തികമായൊക്കെ ബിൻസി സഹായിക്കുമായിരുന്നുവെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈസ്റ്ററിന് നാട്ടിൽ വന്ന് മാതാപിതാക്കളുടെ അടുത്ത് മക്കളെ ആക്കിയ ശേഷമാണ് സൂരജ് കുവൈറ്റിലേക്ക് മടങ്ങിയത്. 4-ാം ദിവസമാണ് പിന്നീട് ഈ ദാരുണ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. നാട്ടുകാരടക്കം ദുഃഖിതരാണ്. ആ കുടുംബത്തിന്റെ തീരാത്ത വേർപാടിൽ അവർ പങ്കുചേരുന്നുണ്ട്. മക്കളെ പെരുമ്പാവൂർ പുല്ലുവഴി സെന്റ് ജോസഫ് സ്കൂളിലാണ് ചേർത്തത്. മക്കൾക്കുള്ള അടുത്ത വർഷത്തെ യൂണിഫോം വരെ വാങ്ങിവെച്ചാണ് സൂരജ് ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് തിരിച്ചത്. കുവൈറ്റിലെ ആരോഗ്യ വകുപ്പിലും പ്രതിരോധ മന്ത്രാലയത്തിലും നഴ്സുമാരായി ജോലി ചെയ്യുകയായിരുന്നു ഇവർ. കുവൈറ്റിലെ സബാഹ് ആശുപത്രിയിലെ പൊതുദർശനത്തിന് ശേഷമാണ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ഈ മാസം 1-നാണ് ഇവരെ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അപ്പാസിയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതാണ് സൂചന. തുടർന്ന് സൂരജ് ബിൻസിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയെന്നാണ് റിപ്പോർട്ട്. ഈസ്റ്ററിന് മണ്ഡലത്തെ വീട്ടിൽ സൂരജും അമ്മയും ഒത്തുകൂടിയതാണ്. അവധിയില്ലാത്തതിനാൽ ബിൻസി നേരത്തെ പോയി. സൂരജ് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മടങ്ങിയത്. പക്ഷേ ഇവരുടെ ദാമ്പത്യ ബന്ധം താളം തെറ്റിയിട്ട് മാസങ്ങളായി എന്നാണ് കുവൈറ്റിലെ അയൽക്കാർ പറയുന്നത്. വഴിയിൽ വെച്ച് പോലും വഴക്കിടുന്ന സ്വഭാവത്തിലെത്തിയിരുന്നു ഇരുവരും. കുവൈറ്റിലെ അബ്ബാസിയയിലെ ഫ്ളാറ്റിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. വിദേശത്തെ ജോലിക്ക് ശേഷമാണ് നാട്ടിലെ ചെറിയ വീട് പുതുക്കി പണിതത്. നാട്ടിലെത്തിയാൽ പള്ളി പെരുന്നാളുകളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കുമായിരുന്നു. ആവശ്യമായ സഹായങ്ങളും നൽകും. ആദ്യകാല കുടിയേറ്റ കർഷകൻ പറയത്തനായ കുഴിയാത്ത് ജോണിന്റെയും തങ്കമ്മയുടെയും മകനാണ് സൂരജ്. കുവൈറ്റിലുണ്ടായ ഈ ദാരുണ സംഭവം വിശ്വസിക്കാനാകാതെ കഴിയാണ് ഇപ്പോഴും നാട്ടുകാർ. പഠിക്കുന്ന കാലം മുതൽ ബിൻസിയുമായി പരിചയമുണ്ട്. അങ്ങനെയാണ് ഇവർ വിവാഹിതരായത്. ഓസ്ട്രേലിയയിൽ ഇരുവർക്കും ജോലി ശരിയായി. താമസം അങ്ങോട്ടേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ബിൻസി ഇന്ന് കാണുന്ന രീതിയിലേക്ക് കോടികൾ സമ്പാദിച്ചത് വളരെയധികം കഠിന പരിശ്രമം നടത്തിയാണ്. തടിമില്ലിൽ ജോലി ചെയ്തിരുന്ന പിതാവ് ഒരാൾക്കൊപ്പം ലിഫ്റ്റ് ചോദിച്ചുള്ള യാത്രയ്ക്കിടെ അപകടത്തിൽപ്പെടുകയും കാല് മുറിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് ബിൻസിയാണ് ഒരു തരത്തിൽ ഈ കുടുംബത്തിന് താങ്ങായി മാറിയത്. 1.5 ലക്ഷത്തിന്റെ വൈപ്പുകാല് അച്ഛന് വെച്ചുകൊടുത്തു. കീഴിലത്തിന് സമീപത്തുള്ള കുന്നുകുരുടിയിലായിരുന്നു കുടുംബം ആദ്യം താമസിച്ചിരുന്നത്. പിന്നീടാണ് കീഴിലത്തേക്ക് മാറിയത്. സൂരജിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ യുവതിയായിരുന്നു ബിൻസി. നഴ്സിംഗ് പഠനശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ബിൻസി സൂരജിനെ പരിചയപ്പെട്ടത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സൂരജിനെ തന്റെ ശമ്പളം കൊണ്ട് ബിൻസി BSc നഴ്സിംഗ് പഠിപ്പിക്കുകയായിരുന്നു. പിന്നീട് വീട്ടുകാരുടെയൊക്കെ എതിർപ്പ് അവഗണിച്ചു തന്നെ സൂരജിനെ ദീർഘകാല പ്രണയത്തിനൊടുവിൽ ബിൻസി ഭർത്താവായി സ്വീകരിച്ചു. വിദേശത്തേക്ക് പോകുമ്പോൾ സൂരജിനെയും ഒപ്പം കൂട്ടാനായിരുന്നു BSc നഴ്സിംഗ് പഠിപ്പിച്ചത്. ഇതിനിടെ ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസിൽ സ്റ്റാഫ് നഴ്സായി ജോലി ലഭിച്ചു. വിവാഹം കഴിഞ്ഞ് കുവൈറ്റിലേക്ക് സൂരജിനെയും ഒപ്പം കൂട്ടി. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരനായിരുന്നു സൂരജ്. എന്നിട്ടും ബിൻസി അതെല്ലാം ക്ഷമിച്ചു. പിന്നീട് സാമ്പത്തികമായി മെച്ചപ്പെട്ടതോടെ ബിൻസിക്ക് മേലെയാണ് താൻ എന്ന് വരുത്താനുള്ള ശ്രമത്തിലായിരുന്നു സൂരജ് എന്ന് ചിലർ പറയുന്നു. പിന്നീട് സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. കുവൈറ്റിൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രത ഉള്ളതായിരുന്നു ഇവരുടെ കുടുംബം. ഈ നിലയിലേക്ക് കുടുംബം എത്തിയത് തന്നെ ബിൻസിയുടെ കഠിനാധ്വാന ഫലമായിരുന്നു. എന്നാൽ സൂരജിന്റെ പെട്ടെന്നുള്ള ദേഷ്യവും പിടിവാശിയും എല്ലാം തകർത്തു എന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത്. ഒരു യൂട്യൂബ് റിയാക്ഷൻ വീഡിയോയിൽ ബിൻസിക്കെതിരായി ശക്തമായ തെളിവുണ്ട് എന്ന രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് പ്രചരിച്ചിരുന്നു. ബിൻസിക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരു നഴ്സിന്റെ സുഹൃത്ത് ആണെന്ന നിലയിലാണ് ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. കൂടാതെ അവരുടെ ഐഡന്റിറ്റി പുറത്തു വരരുത് എന്നും അവർ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ബിൻസിക്കൊപ്പം ജോലി ചെയ്തിരുന്ന മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുമായി അടുപ്പമുണ്ടായിരുന്നു. ഇത് സൂരജിന് അറിയാമായിരുന്നു. കൂടാതെ സൂരജ് ഇയാൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ഈ അടുപ്പം പാടില്ല, ഇത് നിർത്തിക്കോ എന്നൊക്കെ. പക്ഷേ അയാൾ ഇത് ചെവി കൊണ്ടില്ല. ഈ ബന്ധം തുടരുന്നു. കൂടാതെ നാട്ടിൽ മക്കളെയാക്കി ബിൻസി നേരത്തെ കുവൈറ്റിലേക്ക് എത്തുന്നു. എയർപോർട്ടിൽ വിളിക്കാൻ വന്നതും തിരിച്ചു കൊണ്ടാക്കിയതും ഇയാളാണെന്ന് ഈ വോയിസിൽ പറയുന്നു.
വീണ്ടും ഈ ബന്ധം തുടർന്നതിനാൽ പ്രകോപിതനായി ഈ ഒരു കൊലപാതകം നടന്നുവെന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. കൂടാതെ ഈ കൊലപാതകം നടത്തിയ ശേഷം വിൻസിയുടെ ചോരയിൽ കുളിച്ച ചിത്രം ഇയാൾക്ക് അയച്ചിരുന്നു. പക്ഷേ ഈ കാമുകൻ ഈ ചിത്രം കണ്ടത് തൊട്ടടുത്ത ദിവസമായിരുന്നു. നിന്നെയും കൊല്ലുമെന്ന് സൂരജ് മുകേഷിന് അയച്ച സന്ദേശത്തിൽ പറഞ്ഞിരുന്നുവെന്ന് ഈ വോയിസിൽ പറയുന്നുണ്ട്. ഇത് കേട്ട് ഭയന്ന ഇയാൾ സുഹൃത്തുക്കളുടെ അടുത്തെത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു. തന്നെയും കൊലപ്പെടുത്തുമോ എന്ന ആശങ്കയൊക്കെ ഇയാൾ പങ്കുവച്ചിരുന്നു. ഇയാൾക്ക് ബിൻസിയുമായി മാത്രമല്ല നിരവധി സ്ത്രീകളുമായി അടുപ്പമുണ്ട് എന്നും ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഈ ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികത ഉറപ്പിക്കാനായിട്ടില്ല. കൃത്യമായ കാരണം പുറത്തുവിടേണ്ടത് അന്വേഷണ സംഘമാണ്. ബിൻസിയുടെ ചില സുഹൃത്തുക്കളുടെ ഫോണുകളിലേക്ക് അവരുടെ മരണം സൂചിപ്പിക്കുന്ന ചില സന്ദേശങ്ങൾ സൂരജ് അയച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ബിൻസിയെ കൊലപ്പെടുത്തി സൂരജ് ജീവൻ ഒടുക്കിയതാകാമെന്ന നിഗമനത്തിന് പിന്നിൽ. എന്നാൽ ദമ്പതികൾ പരസ്പരം കുത്തിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു ആദ്യം പ്രചരിച്ചത്. മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയയിലെ ജലീഖ് അൽ ഷുയൂക്കിലാണ് ഈ സംഭവം നടന്നത്. ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടായതായും സ്ത്രീ സഹായത്തിനായി നിലവിളിച്ചതായും സമീപവാസികൾ പബ്ലിക് പ്രോസിക്യൂഷന് മൊഴി നൽകി. പേടി കാരണമാണ് പ്രശ്നത്തിൽ ഇടപെടാതിരുന്നതെന്നും പോലീസിനെ അറിയിക്കാതിരുന്നതെന്നും അവർ പറഞ്ഞതായി അറബ് മാധ്യമവും റിപ്പോർട്ട് ചെയ്തു. പാർപ്പിട സമുച്ചയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പിന്നീട് പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് സംശയം തോന്നിയതും പോലീസിനെ അറിയിച്ചതും. പോലീസ് പലതവണ വാതിലിൽ മുട്ടിയെങ്കിലും പ്രതികരണമുണ്ടായില്ല. തുടർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം സൂരജ് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് ഈ പ്രശ്നമുണ്ടായത്. ഇവർക്കിടെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായി സൂചനയുണ്ടെങ്കിലും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തമല്ല. നാട്ടിൽ പഠിക്കുന്ന മക്കളെ അവധിയായതിനാൽ കഴിഞ്ഞ മാസം കുവൈറ്റിൽ കൊണ്ടുവന്നിരുന്നു. മരണത്തിന് പിന്നിൽ ഭർത്താവിന്റെ സംശയരോഗമാണെന്ന വാർത്തകളിൽ സുഹൃത്തുക്കളൊക്കെ തള്ളുന്നുണ്ട്. ബിൻസിക്കെതിരെ ചിലർ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ തങ്ങളെ കടുത്ത ദുഃഖത്തിനിടയിലും ഏറെ വേദനിപ്പിക്കുന്നുവെന്നാണ് ബിൻസിയുടെ സുഹൃത്ത് പ്രതികരിച്ചത്. ഇവർ ഈ കുടുംബവുമായി തന്നെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. ഇടയ്ക്കിടെ സൂരജും ബിൻസിയും തമ്മിൽ പിണങ്ങുമായിരുന്നുവെങ്കിലും അത് അപ്പോൾ തന്നെ തീർത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകും. നല്ലൊരു കുടുംബജീവിതമായിരുന്നു ഇരുവരും നയിച്ചിരുന്നത്. ഇണക്കവും പിണക്കവും അടക്കം എല്ലാം ബിൻസി തന്നോടും മറ്റു കൂട്ടുകാരികളോടും പങ്കുവയ്ക്കുമായിരുന്നു. സൂരജിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്ന പച്ചക്കള്ളം പലരും പ്രചരിപ്പിക്കുകയാണ്. വളരെ നല്ല വ്യക്തിയായിരുന്നു സൂരജ്. പക്ഷേ പെട്ടെന്ന് കോപം വരുന്ന സ്വഭാവക്കാരനും. അത് താൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ ഇരുവരും ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. ഇതിനായി ബിൻസിയുടെ കഷ്ടപ്പാടുകൾ ഞങ്ങൾക്കറിയാം. പക്ഷേ ഒടുവിൽ സൂരജിന് അതിനോട് താല്പര്യമില്ലാതായി. ഇത് ബിൻസിയെ വല്ലാതെ വിഷമിപ്പിച്ചു. ഇതാണ് ആ കൂട്ടുകാരി പറയുന്നത്. നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകണമോടി എന്നൊക്കെ ഇച്ചാൻ ഇപ്പോൾ ചോദിക്കുന്നുവെന്ന് അവൾ പറയുമായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ ഞാൻ, എന്നിട്ട് ആ അവസരം എങ്ങനെ വേണ്ടത് വയ്ക്കുമെന്ന് ചോദിക്കുമായിരുന്നു. അതല്ലാതെ അവർക്കിടയിൽ വേറെ പ്രശ്നമുണ്ടെന്ന് തങ്ങൾക്ക് അറിയില്ല. ദയവ് ചെയ്ത് മരിച്ചുപോയ രണ്ടുപേർക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുന്നു. ഇരുവരുടെയും ജീവിതത്തിൽ പ്രശ്നമുള്ളതായി അറിയില്ലെന്നും അവർ സന്തോഷത്തോടെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനുള്ള ഒരുക്കത്തിലായിരുന്നുവെന്നുമാണ് ബിൻസിയുടെ സഹോദരൻ ബേസിലും പ്രതികരിച്ചത്. ബിൻസിയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് സുഹൃത്തുക്കളെ വിളിച്ച സംഭവത്തെക്കുറിച്ച് അറിയിക്കുകയും തന്റെ വാട്സാപ്പ് പ്രൊഫൈൽ ഫോട്ടോയും സ്റ്റാറ്റസുകളും നീക്കം ചെയ്തതായും പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.